ഹായ് ഓൾ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് കൺട്രോളാണ്. ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഒരു മെയിൻ ഫങ്ഷനാലിറ്റീസ് ആണ് ഡാറ്റ ലിങ്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഇൻ ദ ഡാറ്റ ലിങ്ക് ലെയർ ആർ ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ ആൻഡ് ലൈൻ ഡിസിപ്ലിൻ. ഈ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ് അല്ലേ, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ ആൻഡ് ലൈൻ ഡിസിപ്ലിൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ലൈൻ ഡിസിപ്ലിൻ കോർഡിനേറ്റ്സ് ദ ലിങ്ക് സിസ്റ്റം. ഇറ്റ് ഡിറ്റർമിൻസ് വിച്ച് ഡിവൈസ് ക്യാൻ സെൻഡ് ആൻഡ് വെൻ ഇറ്റ് ക്യാൻ സെൻഡ്. അതായത് ലൈൻ ഡിസിപ്ലിൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ലൈൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നെറ്റ്വർക്കിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ടാവും അല്ലേ. സോ ഏത് സിസ്റ്റം നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യണം, അത് ആ ഒരു സിസ്റ്റം എപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ലൈൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ നമ്മൾ ഓവറോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ലിങ്ക് സിസ്റ്റത്തിന് എന്ത് ചെയ്യാണ്, കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലൈൻ ഡിസിപ്ലിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, flow control coordinate the amount of data that can be sent before receiving acknowledgement. It also provides receiver's acknowledgement of frames received intact and so is linked to error control. ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡാറ്റാസിനെ സെൻഡ് ചെയ്യാണ്ട് നമ്മൾ അക്നോളജ്മെൻ്റൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു ഡാറ്റ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം അടുത്ത ഡാറ്റ സെൻഡ് ചെയ്യുക, വീണ്ടും അതിൻ്റെ അക്നോളജ്മെൻറ്റ് റിസീവറിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഡാറ്റ സെൻഡ് ചെയ്യുക. അങ്ങനെ ഒരു കൺട്രോൾ ഉണ്ടാവുക. നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്ന ആ ഒരു ഫ്ലോസിന് ഒരു കൺട്രോൾ കൊടുക്കുക എന്നുള്ളതാണ് ഫ്ലോ കൺട്രോളിൻ്റെ മെയിൻ മെക്കാനിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ എറേഴ്സൊന്നും ഇല്ലാതെ എറേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ഫങ്ഷനാണ് എറർ കൺട്രോൾ എന്ന് പറയുന്നത്. ദിസ് മീൻസ് എറർ ഡിറ്റക്ഷൻ ആൻഡ് എറർ കറക്ഷൻ. ഇറ്റ് അലൗസ് ദ റിസീവർ ടു ഇൻഫോം സെൻഡർ ഓഫ് എനി ഫ്രെയിംസ് ലോസ്റ്റ് ഓർ ഡാമേജ്ഡ് ഇൻ ട്രാൻസ്മിഷൻ ആൻഡ് കോർഡിനേറ്റ് ദ റീട്രാൻസ്മിഷൻ ഓഫ് ദോസ് ഫ്രെയിംസ് ബൈ ദ സെൻഡർ. അതായത് എറർ കറക്ഷൻ ആൻഡ് എറർ ഡിറ്റക്ഷൻ ഇതാണ് എറർ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഡാറ്റ ലോസ് ആവേ അല്ലെങ്കിൽ ഡാമേജ് വരെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ റിസീവർ എന്ത് ചെയ്യും, സെൻറ്ററിലേക്കൊരു മെസ്സേജ് കൊടുക്കും, ഡാറ്റ ലോസാണ് അല്ലെങ്കിൽ ഡാറ്റ ഡാമേജ് ആണെന്ന് പറഞ്ഞിട്ടൊരു അക്നോളജ്മെൻറ്റ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുക. സെൻറ്റർ വീണ്ടും അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ് ചെയ്യുക. ഇതാണ് എറർ കൺട്രോൾ. അപ്പോൾ ഡാറ്റ ലിങ്ക് കൺട്രോൾസിൻ്റെ മെയിൻ ഫങ്ഷനാലിറ്റീസ് ആയിട്ടുള്ള ലൈൻ ഡിസിപ്ലിൻ, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇനി ഓരോന്നും ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് നോക്കാം, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈൻ ഡിസിപ്ലിൻ. ഓക്കെ, ലൈൻ ഡിസിപ്ലിൻ ഫങ്ഷൻസ് ഓഫ് ദ ഡാറ്റ ലിങ്ക് ലെയർ oversee the establishment of link and the right of a particular device to transmit at a given time. ഒരു ഗിവൺ ടൈമിൽ ഏത് ഡിവൈസ് റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ സെൻഡ് ചെയ്യണം എന്നുള്ളത് എന്താണ് നോക്കുകയാണ് ചെയ്യുന്നത്. ലൈൻ ഡിസിപ്ലിൻ ക്യാൻ ബി ഡൺ ഇൻ 2 ways. നമ്മളിങ്ങനെ ഈ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിവൈസസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് ആരാദ്യം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു വേ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ എൻക്വയറി ഓർ അക്നോളജ്മെൻറ്റ്, സെക്കൻഡ് പോൾ ഓർ സെലക്ട്. എൻക്വയറി ഓർ അക്നോളജ്മെൻറ്റിൻ്റെ മെത്തേഡിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് ENQ ഓർ ACK എന്നാണ് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ. ഒരു പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷനിലാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് എൻക്വയറി ഓർ അക്നോളജ്മെൻറ്റ് എന്നുള്ള മെത്തേഡ് ഒരു പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷനിലാണ് യൂസ് ചെയ്യുക. പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
അവിടെ 2 ഡിവൈസസ് മാത്രമായിരിക്കും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുക, ഒരു സെൻഡറും ഒരു റിസീവറും. അവ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെ നമ്മൾ എന്ത് പറയുന്നത്, പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷനിലാണ് നമ്മളെ എൻക്വയറി ഓർ അക്നോളജ്മെൻറ്റ് മെത്തേഡ് പോസിബിൾ ആവുക. Inquiry or acknowledgement is used primarily in systems when there is a dedicated link between two devices so that the only device capable of receiving transmission is intended one. അപ്പോൾ ഇതുപോലെയുള്ള പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഡെഡിക്കേറ്റഡ് ലിങ്ക് ഉണ്ട്. അതിൽ നിന്ന് എന്തെയാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. സോ അപ്പുറത്തുള്ള ആൾ, അതായത് റിസീവർ, ഡാറ്റ റിസീവ് ചെയ്യാനായിട്ട് നോക്കുക വേണം. ഓക്കെ, എൻക്വയറി ഓർ അക്നോളജ്മെൻറ്റ് കോർഡിനേറ്റ് വിച്ച് ഡിവൈസ് മേ സ്റ്റാർട്ട് എ ട്രാൻസ്മിഷൻ ആൻഡ് വെദർ ഓർ നോട്ട് ഇൻറ്റൻഡ് റെസിപ്പിയൻ ഈസ് റെഡി ആൻഡ് എനാബിൾഡ്. അതായത് ഏത് ഡിവൈസാണ് ആദ്യം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കും. ഇൻ ബോത്ത് ഓഫ് ഹാഫ് ഡ്യൂപ്ലെക്സ് ആൻഡ് ഫുൾ ഡ്യൂപ്ലെക്സ് ട്രാൻസ്മിഷൻ ദ ഇനീഷ്യേറ്റിംഗ് ഡിവൈസ് എസ്റ്റാബ്ലിഷസ് ദ സെഷൻ. ഇതിൽ ഹാഫ് ഡ്യൂപ്ലെക്സ് ആയാലും വേണ്ടില്ല, ഫുൾ ഡ്യൂപ്ലെക്സ് ആയാലും വേണ്ടില്ല. ഓക്കെ, ഹാഫ് ഡ്യൂപ്ലെക്സിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ ഹാഫ് ഡ്യൂപ്ലെക്സ് ദ ഇനീഷ്യേറ്റർ സെൻഡ് ഇറ്റ്സ് ഡാറ്റ വൈൽ ദ റെസ്പോൺസർ വെയിറ്റ്. ദ റെസ്പോൺസർ മേ ടേക്ക് ഓവർ ദ ലിങ്ക് വെൻ ഇനീഷ്യർ ഈസ് ഫിനിഷ്ഡ് ആൻഡ് റിക്വസ്റ്റ് എ റെസ്പോൺസ്. അതായത് ഹാഫ് ഡ്യൂപ്ലെക്സിൽ നമ്മൾ പറയുന്നത് എന്താണ്, 2 ഭാഗത്തേക്കും ഡാറ്റാസിനെ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അറ്റ് എ ടൈമിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ആദ്യം സെൻഡർ റിസീവറിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യും. അത് റിസീവർ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, വീണ്ടും അതിൻ്റെ അക്നോളജ്മെൻ്റ് ആയിട്ട് സെൻഡറിലേക്ക് വരിക. ഓക്കെ, ദെൻ ആ അക്നോളജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം വീണ്ടും സെൻഡർ എന്ത് ചെയ്യും, റിസീവറിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യും. അതിൻ്റെ അക്നോളജ്മെൻറ്റ് വീണ്ടും എന്ത് ചെയ്യാണ്, റിസീവർ സെൻഡറിലേക്ക് സെൻഡ് ചെയ്യുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാത്തുണ്ട്. പക്ഷേ ഒരാൾ സെൻഡ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ആൾ അത് റിസീവ് ചെയ്തതിന് ശേഷം വീണ്ടും സെൻഡ് ചെയ്ത് കൊടുക്കുള്ളൂ. ഓക്കെ, ഇതാണ് ഹാഫ് ഡ്യൂപ്ലെക്സിൽ നടക്കുന്നത്. ഇനി ഇൻ ഫുൾ ഡ്യൂപ്ലെക്സ് ബോത്ത് ഡിവൈസസ് ക്യാൻ ട്രാൻസ്മിറ്റ് സൈമൾട്ടേനിയസ്ലി വൺസ് ദ സെഷൻ ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. നമ്മളൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് എ ടൈമിൽ തന്നെ എന്ത് ചെയ്യാണ്, ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്കും റിസീവറിൽ നിന്ന് സെൻറ്ററിലേക്കും ഡാറ്റ എന്ത് ചെയ്യാണ്, സൈമൾട്ടേനിയസ് ആയിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഇതിനെയാണ് ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടോ, ആദ്യം ഡാറ്റ സെൻഡ് ചെയ്യാൻ നോക്കുകയാണ്. സെൻഡർ എ, സ്റ്റേഷൻ എ എന്നുള്ള ആൾ സ്റ്റേഷൻ ബി എന്നുള്ള റിസീവറിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം സ്റ്റേഷൻ എ ഒരു എൻക്വയറി കൊടുക്കും റിസീവറിലേക്ക്. അതായത് ഞാനൊരു ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്, നീ ആ ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി ആണോ എന്ന് പറഞ്ഞിട്ട് റിസീവറിലേക്ക് ഒരു എൻക്വയറി മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റിസീവർ അത് റെഡിയാണ് എന്നുണ്ടെങ്കിലോ റെഡി അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻറ്ററിലേക്ക് സെൻഡ് ചെയ്യും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് അക്നോളജ്മെൻ്റ് ആയിരിക്കും. അല്ല, ഓക്കെ അല്ല, ഡാറ്റ ഇപ്പോൾ സെൻഡ് ചെയ്യണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് അക്നോളജ്മെൻ്റ് ആയിരിക്കും റിസീവർ സെൻഡ് ചെയ്യുക കേട്ടോ. ദെൻ അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ഡാറ്റാസ് പാസ് ചെയ്യുന്നു, അക്നോളജ്മെൻറ്റ് തിരിച്ച് കിട്ടുന്നു, വീണ്ടും ഡാറ്റ പാസ് ചെയ്യുന്നു, അക്നോളജ്മെൻറ്റ് തിരിച്ചുന്നു. ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ ഫൈനലി ഇങ്ങനെ നടക്കും. അറ്റ് എൻഡ് ഓഫ് ദ ട്രാൻസ്മിഷൻ എന്ത് ചെയ്യാണ്, സ്റ്റേഷനെ വീണ്ടും എന്ത് ചെയ്യാണ്, ഡാറ്റ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഡാറ്റ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻഡ് ഓഫ് ദ ട്രാൻസ്മിഷൻ EOT മെസ്സേജ് സെൻഡറിലേക്ക് റിസീവറിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവും.
ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ പറയുന്നത് കേട്ടോ. Initiator first transmit a frame called inquiry asking if the receiver is available to receive data. The receiver must answer either with the acknowledgement ACK frame if it is ready to receive, or negative acknowledgement the frame if it is not. സെൻഡർ അത് റിസീവ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് അക്നോളജ്മെൻറ്റും, അല്ല റെഡി അല്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് അക്നോളജ്മെൻറ്റും എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ഇഫ് നെയ്തർ ആൻ ACK or NACK is the receiver within a specified time limit, the initiator assumes that inquiry frame was lost in transmit, disconnect and send a replacement. അതായത് ഒരു ടൈം ബൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ സെൻഡർ സെൻഡ് ചെയ്തത് ഡാറ്റ എൻക്വയറി മെസ്സേജ് സെൻഡ് ചെയ്തതിന് ശേഷം റിസീവർ അക്നോളജ്മെൻറ്റ് ഇന്ന ടൈമിൽ തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ടൈമിൻ്റെ ഉള്ളിൽ റിസീവർ ഡാറ്റ അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, സെൻഡർ വീണ്ടും ഒരു എൻക്വയറി മെസ്സേജ് വീണ്ടും സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ആയിട്ട് എന്ത് ചെയ്യണം, റിസീവർ അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻഡ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും എന്ത് ചെയ്യാണ്, സെൻഡ് ചെയ്യും. ഓക്കെ. ഇഫ് ദ റെസ്പോൺസ് ടു ദ എൻക്വയറി ഈസ് നെഗറ്റീവ് for 3 attempts, the initiator disconnects and begins the process again at another time. ഈ ഒരു പ്രോസസ്സ് 3 പ്രാവശ്യം എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അതായത് അക്നോളജ്മെൻറ്റ് ആ ടൈമിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം സെൻഡ് ചെയ്യും, 2 പ്രാവശ്യം സെൻഡ് ചെയ്യും, 3 പ്രാവശ്യം സെൻഡ് ചെയ്യും. എന്നിട്ടത് എന്ത് ചെയ്യും, എന്നിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് വേറൊരു ടൈമിൽ അത് സെൻഡ് ചെയ്യാം. ഓക്കെ. If the responses is positive, initiator for free to send its data. Once all of its data have been transmitted, the sending system finishes with an end of the transmission, that is EOT frame. End of the transmission EOT frame സെൻഡർ റിസീവറിലേക്ക് സെൻഡ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് മെത്തേഡാണിത് പോൾ ഓർ സെലക്ട് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. The pool or select method of line discipline work with topologies where one device is designated as primary station and other devices are secondary stations. ഇതിൽ ഒരു ഡിവൈസ് പ്രൈമറി ആയിട്ടും വേറൊരു ഡിവൈസ് എന്ത് ചെയ്യും, സെക്കൻഡറി സ്റ്റേഷനായിട്ടാണ് ആക്ട് ചെയ്യുക. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. Whenever a multi-point link consists of primary device and multiple secondary device using a single transmission line, all exchanges must be made through a primary devices. അപ്പോൾ ഒരു പ്രൈമറി ഡിവൈസ് ഉണ്ടാവും, ഒരുപാട് സെക്കൻഡറി ഡിവൈസസ് ഉണ്ടാവും. അപ്പോൾ പ്രൈമറി ഡിവൈസസിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഡാറ്റ എക്സ്ചേഞ്ച് പോവുക. ഓക്കെ. അത് നമ്മൾ പറഞ്ഞു സെക്കൻഡറി ഡിവൈസസിൽ ഒരുപാട് സെക്കൻഡറി ഡിവൈസസ് ഉണ്ടാവും. അപ്പോൾ പ്രൈമറി ഡിവൈസസിൽ നിന്ന് ഏത് സെക്കൻഡറി ഡിവൈസസിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. പ്രൈമറി ഡിവൈസ് കൺട്രോൾ ദ ലിങ്ക്, ദ സെക്കൻഡറി ഡിവൈസ് ഫോളോ ഇറ്റ്സ് ഇൻസ്ട്രക്ഷൻസ്. ഇതിൽ പ്രൈമറി ഡിവൈസാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലിങ്കിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ സെക്കൻഡറി ഡിവൈസ് എന്ത് ചെയ്യും, ആ ഒരു ഇൻസ്ട്രക്ഷൻസിനെ ഫോളോ ചെയ്യും. ഇഫ് ദ പ്രൈമറി വാണ്ട്സ് ടു റിസീവ്, ഇറ്റ് ആസ്ക് സെക്കൻഡറീസ് ഇഫ് ദേ ഹാവ് എനിത്തിങ് ടു സെൻഡ്, ദ ഫങ്ഷൻ ഈസ് കോൾഡ് പോളിംഗ്. അതായത് സെൻറ്ററിലേക്ക്, അതായത് പ്രൈമറി സ്റ്റേഷനിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, സെക്കൻഡറി ഡിവൈസിനോട് ചോദിക്കും. ഓക്കെ. എന്നിട്ട് സെക്കൻഡറി എന്ത് ചെയ്യാണ്, പ്രൈമറിയിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കും. ഈ ഒരു പ്രോസസ്സാണ് എന്ത്, പോളിംഗ് എന്ന് പറയുന്നത്.
ഇനി സെലക്ട് എന്താണെന്ന് വെച്ചാൽ ഇഫ് ദ പ്രൈമറി വാണ്ട് ടു സെൻഡ് എ ഡാറ്റ ഇറ്റ് ടെൽസ് ദ ടാർഗറ്റ് സെക്കൻഡറി ടു ഗെറ്റ് റെഡി ടു റിസീവ് ദിസ് ഫങ്ഷൻ ഈസ് കോൾഡ് സെലക്ടിങ്. അതായത് നമ്മൾ പറഞ്ഞു ഒരുപാട് സെക്കൻഡറി സ്റ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ പ്രൈമറി സ്റ്റേഷൻ പറയാണ് ഇന്ന ഇപ്പോൾ ഒരു ABC പറഞ്ഞിട്ടുള്ള 3 സെക്കൻഡറി സ്റ്റേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രൈമറി സ്റ്റേഷൻ ബിയിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബിയിനോട് അത് റെഡി ആവാനായിട്ട് ഡാറ്റ റിസീവ് ചെയ്യാനായിട്ട് റെഡി ആവാനായിട്ട് ഇരിക്കാനായിട്ട് ആദ്യം ഒരു എൻക്വയറി മെസ്സേജ് പാസ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിനെയാണ് സെലക്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ പോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ഡിവൈസിന് അല്ലെങ്കിൽ പ്രൈമറി സ്റ്റേഷന് എന്തെങ്കിലും ഡാറ്റ സെക്കൻഡറി സ്റ്റേഷനിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി സ്റ്റേഷനോട് പറയും ഇന്ന ഡാറ്റ നീ സെൻഡ് ചെയ്യേ, അതെനിക്ക് ആവശ്യമുണ്ടെന്ന് പറയും. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? പോളിംഗ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ സെലക്ടിങ് എന്നുള്ള പ്രോസസ്സ് എന്താണ്? പ്രൈമറി ഡിവൈസ് ഏതെങ്കിലും ഒരു സെക്കൻഡറി സ്റ്റേഷനിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡറി സ്റ്റേഷനോട് ഡാറ്റ റിസീവ് ചെയ്യാനായിട്ട് റെഡി ആവാനായിട്ട് പറയും. ഈ ഒരു പ്രോസസ്സിനെയാണ് സെലക്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ, ഒരു പ്രൈമറി ഡിവൈസ് ഉണ്ട്, ദെൻ ഒരുപാട് സെക്കൻഡറി ABC എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡറി ഡിവൈസസ് ഉണ്ട് അല്ലേ. അതിൽ ആദ്യം ഒരു സെലക്ഷൻ മെത്തേഡ് കൊടുക്കും. അതായത് ഏത് ഡിവൈസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഒരുപാട് സെക്കൻഡറി ഡിവൈസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ C എന്നുള്ള സെക്കൻഡറി ഡിവൈസിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിനോട് ഡാറ്റ റിസീവ് ചെയ്യാനായിട്ട് റെഡി ആവാനായിട്ട് പറയാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഡിവൈസ് ഒരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യും. ഇവിടെ പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഡാറ്റാസിനെ പ്രൈമറി സ്റ്റേഷൻ എന്തായി? ഡാറ്റ സെൻഡ് ചെയ്തു. ആ ഡാറ്റ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെൻറ്റ് വീണ്ടും സെൻഡ് ചെയ്തു. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇതാണ് പോൾ ഓർ സെലക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈൻ ഡിസിപ്ലിന് വേണ്ടിയിട്ടുള്ള 2 മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? എൻക്വയറി ഓർ അക്നോളജ്മെൻറ്റ് ആൻഡ് പോൾ ഓർ സെലക്ട് മെത്തേഡ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സെക്കൻഡറിയിൽ ഒരുപാട് സെക്കൻഡറി ഡിവൈസ് ഉണ്ടാവുന്നില്ലേ. ഇനി അതിൽ അഡ്രസ്സ് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. For a primary device in a multi-point topology to be able to identify and communicate with a specific secondary device, there must be addressing convention. അതായത് സെക്കൻഡറി ഡിവൈസിൽ ഒരുപാട് സെക്കൻഡറി സ്റ്റേഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ പ്രൈമറി ഡിവൈസിന് വേണ്ട സെക്കൻഡറി ഡിവൈസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഈ ഒരു സെക്കൻഡറി ഡിവൈസ് ആയിട്ടുള്ള Cനെ നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് വേണം? അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് നമുക്ക് കിട്ടണം. അതായത് പ്രൈമറി ഡിവൈസിന് കിട്ടണം. ഈച്ച് സെക്കൻഡറി ഡിവൈസ് ഹാസ് ആൻ അഡ്രസ് ദാറ്റ് ഡിഫറൻഷിയേറ്റ് ഫ്രം ദ അതേഴ്സ്. അപ്പോൾ ഓരോന്നിനും യുണീക്കായിട്ടുള്ള ഓരോ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ അഡ്രസ്സ് വെച്ചിട്ടാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻ എനി ട്രാൻസ്മിഷൻ ദാറ്റ് അഡ്രസ് വിൽ അപ്പിയർ ഇൻ എ സ്പെസിഫിക് പോർഷൻ ഓഫ് ഈച്ച് ഫ്രെയിം called an address field or header depending on the protocol. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രെയിം, പാക്കറ്റ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ഒരു ഹെഡർ ഫയൽ സെൻഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഡാറ്റൻ്റെ കൂടെ ഒരു ഹെഡർ ഫയൽ. ആ ഹെഡർ ഫയലിൽ എന്തുണ്ടായിരിക്കും? സെൻഡറിൻ്റെ റിസീവറിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ ഒരു അഡ്രസ് പാർട്ടാണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ സ്റ്റേഷൻ്റെ അഡ്രസ് പാർട്ട് ഏതാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. If the transmission comes from primary device, the address indicates the recipient of the data. If the transmission comes from a secondary device, the address indicates the originator of the data. എന്താ പറയുന്നത്? അതായത് പ്രൈമറി ഡിവൈസിൽ നിന്നാണ് ഡാറ്റ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരാണ് സെൻഡർ എന്ന് പറയും. അതുപോലെ അതിൽ പറയുന്നുണ്ട് എവിടെ നിന്നാണ് ഒറിജിനേറ്റർ എന്നുള്ളതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി പ്രൈമറി മസ്റ്റ് അലേർട്ട് ദ സെക്കൻഡറി
to upcoming transmission and wait for an acknowledgement of the secondary ready to the status. Before sending data, primary create and transmit a select frame on field on which include the address intended as secondary. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യാണ്, ആദ്യം ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും ഒരു സെലക്ട് മെത്തേഡ്, അയാൾ എന്ത് ചെയ്യാണ് തിരിച്ച് അക്നോളജ്മെൻറ്റ് കൊടുക്കും. ആസ് എ ഫ്രെയിം മേക്സ് ഇറ്റ്സ് വേ ഡൗൺ ദ ലിങ്ക് each of secondary device, check the address field. Only a device recognizes its own address does it open the frame and read the data. If the secondary is awaiting run, it return a ZK frame to the primary and primary then send one or more data frame each address to indicate the secondary. അതായത് ഈ ഒരു പിക്ചറിൽ നോക്കാം, പ്രൈമറി ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഡാറ്റ സെൻഡ് ചെയ്യുന്നതോടുകൂടെ ആദ്യം സ്റ്റേഷൻ എയിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എ സ്റ്റേഷൻ എന്ത് പറയും, ഇപ്പം എനിക്ക് ഡാറ്റ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് കൊടുക്കും. സോ നെക്സ്റ്റ് സ്റ്റേഷനായിട്ടുള്ള ബിയിലേക്ക് ഡാറ്റ കൊടുക്കുന്നുണ്ട്, പോൾ കൊടുക്കുന്നുണ്ട്. അത് ഡാറ്റ തിരിച്ച് സെൻഡ് ചെയ്യും. സോ അതെന്ത് ചെയ്യാണ്, ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് പോൾ അറിയുന്നത് എന്താണ്, എനിക്ക് ഡാറ്റ വേണമെന്ന് പറഞ്ഞിട്ട് പ്രൈമറി സ്റ്റേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ തിരിച്ച് ആ ഡാറ്റ ഏത് ഡാറ്റയാണോ വേണ്ടത് എന്നുള്ളത് സെക്കൻഡറി ഡിവൈസ് തിരിച്ച് ഡാറ്റനെ കൊടുക്കും. ആ ഡാറ്റ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രൈമറി ഡിവൈസ് സെക്കൻഡറി ഡിവൈസായിട്ടുള്ള ബിയിലേക്ക് ഒരു അക്നോളജ്മെൻറ്റ് പാസ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ്, ഇനി വീണ്ടും സെക്കൻഡറി ഡിവൈസായിട്ടുള്ള സിയിൽ നിന്നും ഒരു പോൾ കൊടുക്കുകയാണ്, സിയിലേക്ക് ഒരു പോൾ കൊടുക്കുകയാണ്, ഇന്ന ഡാറ്റ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സി എന്താണ്, നെഗറ്റീവ് അക്നോളജ്മെൻറ്റാണ് തിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, when the primary is ready to receive the data, it must ask poll each device in turn if it has anything to send. The secondaries can reply with either NCK, that is NAK, that is non-acknowledgement data. Sorry. Okay, there are two possibilities for terminating the exchange. Either secondary send all its data finishing with an end of the transmission frame, or primary says time's up. അതായത് ഇത് എൻഡ് ചെയ്യാനായിട്ട് രണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ പാസിങ്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ എന്താണ്, എൻഡ് ഓഫ് ദ ഫ്രെയിം മെസ്സേജ് ആര് കൊടുക്കുക, പ്രൈമറി കൊടുക്കുക, അല്ലെങ്കിൽ സെൻഡർ കൊടുക്കുക, എൻഡ് ഓഫ് ദ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പ്രൈമറി എന്ത് ചെയ്യുക, ടൈംസ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് പാസ് ചെയ്യുക. ഈ രണ്ട് സമയത്ത് എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ എക്സ്ചേഞ്ചിന് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ലൈൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതായത് ലൈൻ ഡിസിപ്ലിൻ ആര് ഡാറ്റ സെൻഡ് ചെയ്യണം, അതുപോലെ ഏത് സമയത്ത് സെൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതാണെന്ത്, ആ ഒരു കൺട്രോളിങ്, ഓവറാൾ കൺട്രോളിങ് ആണ്, ലിങ്കിൻ്റെ ഒരു കൺട്രോളിങ് ആണ് ലൈൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫ്ലോ കൺട്രോൾ. ഫ്ലോ കൺട്രോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, എത്രത്തോളം എമൗണ്ട് ഓഫ് ഡാറ്റനെ നമ്മൾ സെൻഡ് ചെയ്യണം എന്നുള്ളത് പറയുന്നതാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത്. ഫ്ലോ കൺട്രോൾ ഈസ് എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് that it tells the sender how much data it can transmit before it must wait for an acknowledgement from the receiver. അതായത് എത്രത്തോളം ഡാറ്റ സെൻഡ് ചെയ്യണം എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നതാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത്. The flow of the data must not be allowed to overwhelm the receiver. Two methods have been
ഡെവലപ്ഡ് ടു കൺട്രോൾ ഫ്ലോ ഓഫ് ഡാറ്റ അക്രോസ് കമ്മ്യൂണിക്കേഷൻ. മെയിൻലി രണ്ട് മെത്തേഡാണ് ഫ്ലോ കൺട്രോളിനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് മെത്തേഡും ആൻഡ് സെക്കൻഡ് സ്ലൈഡിംഗ് വിൻഡോ മെത്തേഡും. ഇവിടെ നോക്കുക, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് മെത്തേഡിൽ എന്താ പറയുന്നത്? ഇൻ എ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് മെത്തേഡ് ഓഫ് ഫ്ലോ കൺട്രോൾ ദ സെൻഡർ വെയിറ്റ് ഫോർ ആൻ അക്നോളജ്മെൻറ്റ് ആഫ്റ്റർ എവരി ഫ്രെയിം ഈസ് സെൻഡ്. Only when acknowledgement has been received is the next frame is sent. അതായത് ഇവിടെ ആദ്യം നമ്മൾ ഡാറ്റനെ ഒരു സെൻഡർ ടു റിസീവർ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയെന്ന് വെക്കുക. അപ്പോൾ ആദ്യം സെൻഡർ എന്ത് ചെയ്യും? ഡാറ്റ സെൻഡ് ചെയ്യും. ദെൻ റിസീവർ എന്ത് ചെയ്യാണ്? അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻഡ് ചെയ്യാണ്. ഒരു ടൈമിൻ്റെ ഉള്ളിൽ, വെയിറ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈമിൻ്റെ ഉള്ളിൽ അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻഡ് ചെയ്യും. ആ അക്നോളജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യും? സെൻഡർ അടുത്ത ഡാറ്റനെ വീണ്ടും സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ്? റിസീവർ അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻഡ് ചെയ്യും. ആ അക്നോളജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം വീണ്ടും അടുത്ത ഡാറ്റ സെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെ അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ ഡാറ്റാസിനെ ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കൺട്രോൾ ഉണ്ട്. ഫ്ലോസിന് ഒരുപാട് ഡാറ്റ അറ്റ് എ ടൈമിൽ സെൻഡ് ചെയ്യുന്നില്ല, ഒരു കൺട്രോളിങ് അവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇതിനെയാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യം ഡാറ്റ സെൻഡ് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് അക്നോളജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം വീണ്ടും അടുത്ത ഡാറ്റ സെൻഡ് ചെയ്യും. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, ഡാറ്റ സെൻഡ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യും. അക്നോളജ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. വീണ്ടും ഡാറ്റ സെൻഡ് ചെയ്യും, ഡാറ്റ സെൻഡിങ് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് അക്നോളജ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഈ ഒരു മെത്തേഡാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഫൈനലി സെൻഡർ എന്ത് ചെയ്യാണ്? എൻഡ് ഓഫ് ദ ട്രാൻസ്മിഷൻ എന്നുള്ള മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് ആ ഒരു മെസ്സേജ് അവിടെ, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സ്റ്റോപ്പായി. ഇനി ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ സിംപ്ലിസിറ്റിയാണ്. ഇത് സിമ്പിളാണ്. അതായത് നമുക്കറിയാൻ പറ്റും, ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്നു, അത് സ്റ്റോപ്പാക്കിയിട്ട് അക്നോളജ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, വീണ്ടും ഡാറ്റ സെൻഡ് ചെയ്യുന്നു, അക്നോളജ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് ഇൻഎഫിഷ്യൻ്റ് ആണ്. അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഒന്നല്ല. സിമ്പിളാണ്, പക്ഷേ എഫിഷ്യൻ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ലൈഡിംഗ് വിൻഡോ മെത്തേഡാണ്. സ്ലൈഡിംഗ് വിൻഡോ മെത്തേഡിൽ സ്ലൈഡിംഗ് വിൻഡോ മെത്തേഡ് ഓഫ് ഫ്ലോ കൺട്രോൾ ദ സെൻഡർ ക്യാൻ ട്രാൻസ്മിറ്റ് സെവറൽ ഫ്രെയിംസ് ബിഫോർ നീഡിങ് ആൻ അക്നോളജ്മെൻറ്റ്. അതായത് ഇതിൽ ഒരുപാട് ഫ്രെയിംസിന് നമ്മൾ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തിൽ നമ്മൾ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു ഡാറ്റ മാത്രമാണ് സെൻഡ് ചെയ്തത് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൽ. ഇവിടെ ഒരു സെവറൽ ഫ്രെയിംസിനെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. Frames can send one right after another, meaning that link can carry several frames once and its capacity can be used efficiently. അതായത് ഇതിൽ ഒരുപാട് ഫ്രെയിംസിനെ നമുക്ക് അറ്റ് എ ടൈമിൽ സെൻഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അക്നോളജ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നുമില്ല. വീണ്ടും അടുത്ത ഫ്രെയിം സെൻഡ് ചെയ്യും, വീണ്ടും അടുത്ത സെവറൽ ഫ്രെയിംസ് സെൻഡ് ചെയ്യും. അങ്ങനെ ഫ്രെയിംസിനെ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Okay, the receiver acknowledges only some of the frame using ACK to confirm the concept of the multiple data frames. അപ്പോൾ റിസീവർ എന്ത് ചെയ്യും? അതിന് അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻഡ് ചെയ്യുന്നുണ്ട്. ദ സ്ലൈഡിംഗ് വിൻഡോ റെഫേഴ്സ് ഇമാജിനറി ബോക്സസ് ആസ് ദ ബോത്ത് ഓഫ് സെൻഡർ ആൻഡ് റിസീവർ. അതായത് സ്ലൈഡിംഗ് വിൻഡോയിൽ ഒരു ഇമാജിനറി ബോക്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ കണ്ടോ, 3, 4, 5, 6, 7, 0, 1 ഈ 3 ഫ്രെയിംസ് ഒരു വിൻഡോ ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ. ഈ വിൻഡോ മൊത്തമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഇമാജിനറി ബോക്സാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റിസീവർ സൈഡിൽ കിട്ടുന്നുണ്ട് അല്ലേ. റിസീവർ സൈഡിൽ 0, 1, 2, 3, 4, 5, 6 എന്നുള്ള രീതിയിൽ നമുക്ക് റിസീവറിന് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതിന് എന്ത് ചെയ്യുന്നുണ്ട്? ACK പാസ് ചെയ്യും. അപ്പോൾ സെൻഡർ ഈ ഒരു ഫ്രെയിം പാസ് ചെയ്തതിന് ശേഷം അടുത്ത ഫ്രെയിമായിട്ട് ഈ ഒരു വിൻഡോ ജസ്റ്റ് ഒന്ന് നീങ്ങും.
ഓക്കെ, അപ്പോൾ അടുത്ത ഫ്രെയിംസ് ഒരു വിൻഡോ ആയിട്ട് സെൻറ്ററിലേക്ക് വീണ്ടും സെൻഡ് ചെയ്യും, റിസീവറിലേക്ക് വീണ്ടും സെൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് വീണ്ടും അടുത്ത ഫ്രെയിംസ് സെൻഡ് ചെയ്യും. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കൺട്രോളിംഗ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഡാറ്റാസിനെ ഇങ്ങനെ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദിസ് വിൻഡോ ക്യാൻ ഹോൾഡ് ഫ്രെയിംസ് അറ്റ് എയ്തർ എൻഡ് ആൻഡ് പ്രൊവൈഡ് ദ അപ്പർ ലിമിറ്റ് ഓൺ ദ നമ്പർ ഓഫ് ഫ്രെയിംസ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബിഫോർ റിക്വയറിങ് ആൻഡ് അക്നോളജ്മെൻറ്റ്. അതായത് അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, വീണ്ടും എന്ത് ചെയ്യും, ഫ്രെയിംസിന് സെൻഡ് ചെയ്യാൻ ചെയ്യുന്നത്. ഫ്രെയിംസ് മേ ബി അക്നോളജ്ഡ് അറ്റ് എനി പോയിൻറ്റ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ വിൻഡോ to fill up and may be transmitted as long as window is not yet full. Okay, to keep track of which frames have been transmitted and which received, sliding window includes an identification schemes based on the window. ഇതിലൊരു ഐഡൻറ്റിഫിക്കേഷൻ സ്കീം പറയുന്നുണ്ട്. അതായത് ഒരു n ഫ്രെയിംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രെയിംസ് ആർ നമ്പേർഡ് into n, which means they are numbered from 0 to n-1 എന്നുള്ള ഫ്രെയിംസ് ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്യുക. അതായത് 0 ഫ്രെയിം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. The size of window is n-1, it covers 1 frame less. അതായത് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ n-1 ഫ്രെയിംസ് ആണ് ഉണ്ടായിരിക്കുക. When receiver send on ACK, it include number of next frame it expect to receive. ഇതിൽ ചെയ്യുന്നതാന്ന് വെച്ചാൽ ACK ആയിട്ട് വരിക, നമുക്ക് ഇത്ര ഫ്രെയിം കിട്ടി, ഇനി ഈ ഫ്രെയിം മുതൽ നമുക്ക് സെൻഡ് ചെയ്യും. ഇപ്പോൾ 5 വരെയുള്ള ഫ്രെയിം കിട്ടിയെന്നുണ്ടെങ്കിൽ 6 എന്നുള്ള ACK പാസ് ചെയ്ത് കഴിഞ്ഞാൽ 6 മുതലുള്ള ഫ്രെയിംസിനെയാണ് വീണ്ടും സെൻഡ് ചെയ്യുക. ഓക്കെ, അതായത് to acknowledge the recipient of the string of frame ending with frame 4, the receiver send an ACK containing number 5. അപ്പോൾ 4 വരെയാണ് നമ്മൾ സെൻഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ 5 എന്നുള്ള ഒരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യും. when the sender sees the acknowledgement within the number 5, it knows all frame up through number 4 have been received. അപ്പോൾ സെൻഡർ 4 വരെയുള്ള സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 4 വരെയുള്ള ഫ്രെയിംസ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ ഒരു 5 എന്നുള്ള അക്നോളജ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ സെൻഡർ എന്താ വിചാരിക്കുക, 4 വരെയുള്ളത് കിട്ടി, ഇനി 5 മുതൽ സെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് 5 മുതലുള്ള ഫ്രെയിംസിനെ വീണ്ടും സെൻഡ് ചെയ്യും. ഇതാണ് സ്ലൈഡിംഗ് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെൻഡർ വിൻഡോ നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കുക, at the beginning of the transmission, the sender window contains n-1 frames. As frames are sent out, the left boundary of the window move inward and shrinking the size of the window. അതായത് ഈ ഒരു ഫ്രെയിംസ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വിൻഡോ നെക്സ്റ്റ് മൂവ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ 1 മുതൽ 3 വരെ നമ്മൾ സെൻഡ് ചെയ്തു അല്ലേ. ഇനി നെക്സ്റ്റ് ഫ്രെയിമിലേക്ക് ഈ വിൻഡോ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് അടുത്ത ഫ്രെയിമായിട്ട് ഈ വിൻഡോ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഗിവൺ എ വിൻഡോ ഓഫ് സൈസ് W, ഇഫ് 3 frames have been transmitted since the last acknowledgement, then the number of the frame left in window is W-3. അതായത് നമ്മൾ W ആണ് സൈസിൻ്റെ വിൻഡോ എന്ന് പറയുന്നത്, വിൻഡോ സൈസ് എന്ന് പറയുന്നത് W ആണെന്ന് വെക്കുക. ഇഫ് 3 ഫ്രെയിം ഹാവ് ബീൻ ട്രാൻസ്മിറ്റഡ്, ആദ്യം 3 ഫ്രെയിംസ് ട്രാൻസ്മിറ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ W-3 നമ്മൾ എന്താ ചെയ്യുക, ലെഫ്റ്റായി പോയി എന്ന് പറയാം. ഓക്കെ, വൺസ് ACK arrives, the window expand to allow number of new frames equal to the number of frames acknowledged by the ACK. അതായത് അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വിൻഡോ ജസ്റ്റ് എത്രത്തോളം മൂവ് ചെയ്തോ എത്രത്തോളം സെൻഡ് ചെയ്തോ അത്രയും വിൻഡോ വീണ്ടും അടുത്ത ഭാഗത്തേക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ട് അടുത്ത ഭാഗം സെൻഡ് ചെയ്യും. എന്നിട്ട് ആ ACK കിട്ടിയതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് സെൻഡ് ചെയ്യും. ഇങ്ങനെയാണ് സെൻഡറിൻ്റെ സൈസിൽ വരിക. ഇനി റിസീവറിൻ്റെ സൈസിൽ വരുന്ന സമയത്ത്
At the beginning of the transmission, the receiver window contains not n-1 frames, but n-1 spaces for the frame. ഇവിടെ n-1 ഫ്രെയിംസ് ഇല്ല, കാരണം ഫ്രെയിംസ് ഒക്കെ കിടക്കുന്നത് സെൻറ്ററിൻ്റെ സൈഡിലാണ്, ഇത് റിസീവറിൻ്റെ സൈഡിലാണ്. പക്ഷെ റിസീവറിൻ്റെ സൈഡിൽ എന്ത് വേണം? n-1 സ്പേസസ് വേണം. ഫ്രെയിംസിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള n-1 സ്പേസസ് അവിടെ റെഡി ആയിരിക്കണം. As new frames come in, the size of receiver window shrink. പുതിയ ഒരു ഫ്രെയിം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? അതിൻ്റെ സൈസ് എന്ത് ചെയ്യാണ്? ഷ്രിങ്ക് ചെയ്യാണ്. ദ റിസീവർ വിൻഡോ therefore represent not the number of frames received, but the number of frames that may still be received before ACK must be sent. അതായത് ഇവിടെ എന്ത് കിട്ടി? ആദ്യം ഒരു വിൻഡോ കിട്ടി, എന്നിട്ട് അതിൻ്റെ അക്നോളജ്മെൻറ്റ് കൊടുത്തു. ദെൻ അടുത്ത വിൻഡോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്ത വിൻഡോ കിട്ടും. അപ്പോൾ അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അടുത്ത ഫ്രെയിം മുതലുള്ള എന്ത് ചെയ്യും? അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻഡ് ചെയ്യും. അങ്ങനെ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും അണ്ടിൽ ദ എൻഡ് ഓഫ് ദ ട്രാൻസ്മിഷൻ. ഇതാണ് ഫ്ലോ കൺട്രോൾ. അപ്പോൾ നമ്മൾ ലൈൻ ഓഫ് ഡിസിപ്ലിൻ പറഞ്ഞു, ഫ്ലോ കൺട്രോൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് എറർ കൺട്രോളാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, error control refers primarily to method of error detection and retransmission. എറർ ഡിറ്റക്റ്റ് ചെയ്യുക, അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എറർ കൺട്രോളിങ്ങിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് പറയുന്നുണ്ട്. ദ എറർ കൺട്രോൾ ഇൻ ദ ഡാറ്റ ലിങ്ക് ഈസ് ബേസ്ഡ് ഓൺ ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ്. എറർ കൺട്രോളിങ് നടക്കുന്നത് എന്താണ്? ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് വെച്ചിട്ടാണ്. വിച്ച് മീൻസ് ദ റീട്രാൻസ്മിഷൻ ഓഫ് ദ ഡാറ്റ ഇൻ 3 കേസസ്. അപ്പോൾ ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റനെ റീട്രാൻസ്മിറ്റ് ചെയ്യുക. അത് 3 കേസായിട്ട് നമുക്ക് റീട്രാൻസ്മിറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഡാമേജ് ദ ഫ്രെയിമിൽ എന്തെങ്കിലും ഡാമേജ് വന്നു, അല്ലെങ്കിൽ ലോസ്റ്റ് ദ ഫ്രെയിം ലോസായി, അല്ലെങ്കിൽ ലോസ്റ്റ് ദ അക്നോളജ്മെൻറ്റ് നമുക്ക് ആ ടൈമിൽ കിട്ടിയിട്ടില്ല, ലോസായി എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക? റീട്രാൻസ്മിഷൻ നടക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ARQ എന്നാണ് അതിൻ്റെ സിംപ്ലി നമ്മൾ ഡിഫൈൻ ചെയ്യാം. ARQ error control is implemented in the data link layer as an adjust to flow control. ഇപ്പോൾ ഇവിടെ നോക്കുക, അതിൽ ഫസ്റ്റ് മെത്തേഡാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQൽ ഫോർ ദ റീട്രാൻസ്മിഷൻ ടു വർക്ക് 4 ഫീച്ചേഴ്സ് ആർ ആഡഡ് ടു ബേസിക് ഫ്ലോ കൺട്രോൾ മെക്കാനിസം. അതായത് the sending device keep a copy of last frame transmitted until it receive an acknowledgement. സെൻറ്ററിൻ്റെ സൈഡിൽ എന്തുണ്ടാവും? നമ്മൾ റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്ന ഡാറ്റിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കും. അത് അക്നോളജ്മെൻറ്റ് വരുന്നത് വരെ എന്തായിരിക്കും? അവിടെ ഒരു കോപ്പി ഉണ്ടായിരിക്കും. For the acknowledgement purpose, both the data frames and ACK frames are numbered alternatively 0s and 1s. For if an error is discovered in the data frame indicating it has been corrected in transit, NAK frame is returned. അത് ഡിസ്കവേർഡ് ചെയ്തിട്ട് എറർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഒരു നോൺ അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് ഫ്രെയിം വരും. The sending device is equipped with a timer if an expected acknowledgement is not received within an allotted time period. The sender assumes that the last data frame was lost in transit and sender it again. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈം ബൗണ്ട്, ആ ടൈം ബൗണ്ടിൻ്റെ ഉള്ളിലും അക്നോളജ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഡാറ്റനെ വീണ്ടും സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൽ അല്ലേ? സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫ്ലോ കൺട്രോള്. അതുപോലെ തന്നെയാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യും, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് അതിനെ വെയിറ്റ് ചെയ്യും. അങ്ങനെ
ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ അക്നോളജ്മെൻറ്റ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എററായിട്ടുള്ള അക്നോളജ്മെൻറ്റാണ് കിട്ടിയത്, എന്നേക്കാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ഡാറ്റനെ സെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അക്നോളജ്മെൻറ്റ് പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് വരെ അത് സെൻഡർ സൈഡിൽ എന്തുണ്ടാവും, അതിൻ്റെ ഒരു കോപ്പി ലാസ്റ്റ് സെൻഡ് ചെയ്ത ഫ്രെയിമിൻ്റെ ഒരു കോപ്പി സെൻഡർ സൈഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഡാറ്റ റിസീവറിലേക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പോസിറ്റീവ് അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് വരെ അത് സെൻറ്റർ സൈഡിൽ അതിൻ്റെ കോപ്പി ഉണ്ടായിരിക്കും. ഇതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഡാമേജ്ഡ് ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്നുണ്ട് ഒരു ഡാറ്റ 0 എന്ന് പറഞ്ഞിട്ട് ഡാറ്റ സെൻഡ് ചെയ്തു. അതിന് ACK 1 അടുത്ത ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഡാറ്റ 1 സെൻഡ് ചെയ്തു. ദെൻ ഡാറ്റ 0 വീണ്ടും, അപ്പോൾ ACK 0 എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് വന്നു അല്ലേ, അതായത് 0 ഡാറ്റ നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ 0നെ വീണ്ടും നമ്മൾ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു NAK മെസ്സേജ് വന്നു, NAK നെഗറ്റീവ് അക്നോളജ്മെൻറ്റാണ് വന്നത്. അപ്പോൾ വീണ്ടും ഡാറ്റ 0നെ സെൻഡ് ചെയ്തു. ദെൻ ACK 1 വീണ്ടും സെൻഡ് ചെയ്യാണ്. ഇതാണ് എന്ത്, ഇവിടെ എറർ ഇൻ ഫ്രെയിം 0 കണ്ടോ, എറർ ഇൻ ഫ്രെയിം 0. ഇതാണ് ഡാമേജ്ഡ് ഫ്രെയിം അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ഇവിടെ ലോസ്റ്റ് ഡാറ്റ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരിക. അതായത് സെൻഡർ ഡാറ്റ 0 എന്ന് പറഞ്ഞിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതവിടെ റിസീവറിലേക്ക് എത്തിയിട്ടില്ല, ലോസായി, എവിടെയോ നഷ്ടമായി പോയിട്ടുണ്ട്. അപ്പോൾ അക്നോളജ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഒരു ടൈം ബൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ടൈം ബൗണ്ടിൻ്റെ ഉള്ളിൽ അക്നോളജ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ സെൻഡർ എന്ത് ചെയ്തു, ആ ഡാറ്റനെ വീണ്ടും ഡാറ്റ 0നെ വീണ്ടും സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അക്നോളജ്മെൻറ്റ് 1 കിട്ടി, ദെൻ ഡാറ്റ 1 നമ്മൾ സെൻഡ് ചെയ്യും. അങ്ങനെ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഡാറ്റ സെൻഡ് ചെയ്യുന്ന, അത് റിസീവർ കിട്ടിയിട്ട് റിസീവർ അക്നോളജ്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. അല്ല അക്നോളജ്മെൻറ്റ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് അക്നോളജ്മെൻ്റ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഡാറ്റനെ വീണ്ടും സെൻഡ് ചെയ്ത് കൊടുക്കും. അതാണ് ARQ, ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലോസ്റ്റ് NAK ഫ്രെയിം. അതായത് ഇവിടെ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് ലോസ് ആവുകയാണ്, അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് ലോസ് ആവുകയാണ്. ഇപ്പോൾ ഇവിടെ ഡാറ്റ 0നെ സെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ഉള്ളിൽ ആ ടൈം ബൗണ്ടിൻ്റെ ഉള്ളിൽ ACK 1 റിസീവർ സെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് സെൻറ്ററിലേക്ക് കിട്ടുന്നില്ല, ആ അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻറ്ററിലേക്ക് കിട്ടിയിട്ടില്ല, അതവിടെ ലോസായിപ്പോയി. അപ്പോൾ ഡാറ്റ 0നെ സെൻഡ് ചെയ്യും. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യാണ്, അക്നോളജ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ട്, ആ ടൈമിൻ്റെ ഉള്ളിൽ അക്നോളജ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ സെൻറ്റർ വീണ്ടും ആ ഡാറ്റനെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഡാറ്റ 0 എന്ന് പറഞ്ഞിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ACK 1 നമ്മൾ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ സെൻറ്റർ വീണ്ടും ACK ഡാറ്റ 1 സെൻഡ് ചെയ്യും. ഓക്കെ, ACK 1 കിട്ടിയാൽ ഡാറ്റ 1 സെൻഡ് ചെയ്യും. ഇതാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ. ഇനി സ്ലൈഡിംഗ് വിൻഡോ ARQ പറയുന്നുണ്ട്. ഓക്കെ, സ്ലൈഡിംഗ് വിൻഡോ ARQൻ്റെ കേസിൽ പറയാനുണ്ടെന്ന് വെച്ചാൽ, ടു എക്സ്റ്റെൻഡ് സ്ലൈഡിംഗ് വിൻഡോ ടു കവർ റീട്രാൻസ്മിഷൻ ഓഫ് ലോസ്റ്റ് ഓർ ഡാമേജ്ഡ് ഫ്രെയിംസ്, 3 ഫീച്ചേഴ്സ് ആർ ആഡഡ് ടു ബേസിക് ഫ്ലോ കൺട്രോൾ മെക്കാനിസം. ഇതിൽ സ്ലൈഡിംഗ് വിൻഡോ ARQയിൽ നമ്മൾ 3 ഫീച്ചേഴ്സാണ് പറയുന്നത്. അതായത് ദ സെൻഡിങ് ഡിവൈസ് കീപ്പ് കോപ്പി ഓഫ് ഓൾ ട്രാൻസ്മിറ്റഡ് ഫ്രെയിംസ് അണ്ടിൽ ഹാവ് ബീൻ അക്നോളജ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്നോളജ്മെൻറ്റ് തിരിച്ച് കിട്ടുന്നത് വരെ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു കോപ്പി അവിടെ ഉണ്ടായിരിക്കും. ഇൻ അഡീഷൻ ടു ACK ഫ്രെയിം, ദ റിസീവർ ഹാസ് ദ ഓപ്ഷൻ ഓഫ് റിട്ടേണിംഗ് NAK ഫ്രെയിം ഇഫ് ദ ഡാറ്റ ഹാവ് ബീൻ റിസീവ്ഡ് ഡാമേജ്ഡ്. എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള ഫ്രെയിംസാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് കൊടുക്കും. Like stop and wait ARQ, the sending device in the sliding window ARQ is equipped with a timer to enable it to handle lost acknowledgement. എന്തെങ്കിലും ഒരു ഡാറ്റ ലോസ് ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടൈമിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെന്ത് ചെയ്യും, സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് ഗോ ബാക്ക് ആൻഡ് ARQ ആൻഡ് സെലക്റ്റീവ് റിപ്പീറ്റ് ARQ ആണ് പറയുന്നത്.
ഗോ ബാക്ക് ഇൻ ARQൽ പറയുന്നത് ഇഫ് വൺ ഫ്രെയിം ഈസ് ലോസ്റ്റ് ഓർ ഡാമേജ്ഡ് ഓൾ ഫ്രെയിംസ് സെൻഡ് സിൻസ് ദ ലാസ്റ്റ് ഫ്രെയിം അക്നോളജ്ഡ് ആർ റീട്രാൻസ്മിറ്റഡ്. ഏതെങ്കിലും ഒരു ഫ്രെയിം ലോസായി അല്ലെങ്കിൽ ഡാമേജ് ആയി എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രെയിംസിനെയും കൂടെ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് സ്ലൈഡിങ് വിൻഡോ ARQ. അതായത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു വിൻഡോ ഉണ്ടായിരിക്കും. ആ ഒരു വിൻഡോയിൽ ഒരുപാട് ഫ്രെയിംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണല്ലോ സ്ലൈഡിങ് വിൻഡോ. അപ്പോൾ ആ സ്ലൈഡിൽ അല്ലെങ്കിൽ ആ ഒരു വിൻഡോയിൽ ഏതെങ്കിലും ഒന്നിന് ഡാമേജ് വന്നാൽ ആ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, റീട്രാൻസ്മിറ്റ് ചെയ്യാണ്. അതിന് കംപ്ലീറ്റ് ആ ഓൾ ഫ്രെയിംസിനെയും കൂടെ, അതായത് അല്ലെങ്കിൽ ആ ഒരു വിൻഡോ കംപ്ലീറ്റ് എന്ത് ചെയ്യാണ്, റീട്രാൻസ്മിറ്റ് ചെയ്യാണ്. അതിനാണ് ഗോ ബാക്ക് ഇൻ ARQ എന്ന് പറയുന്നത്. ഇനി സെലക്റ്റീവ് റിപ്പീറ്റ് ARQ എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് റിജക്റ്റ് ARQ. സെലക്റ്റീവ് റിജക്റ്റ് ARQ ഓൺലി എ സ്പെസിഫിക് ഡാമേജ് ഓർ ലോസ്റ്റ് ഫ്രെയിം ഈസ് ട്രാൻസ്മിറ്റഡ്. ഏത് ഡാറ്റയാണോ ലോസ് ആയിട്ടുള്ളത് അതിനെ മാത്രമായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, if a frame is corrupted in the transit, a NAK is returned and frame is resent out of the sequence. ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സെൻറ്റർ ഡാറ്റ 0, 1, 2 ഈ 3 എണ്ണത്തിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ NAK ആയിട്ടൊരു മെസ്സേജ് വന്നു, NAK 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ 3 സെൻഡ് ചെയ്തു, 4 സെൻഡ് ചെയ്തു, 5 സെൻഡ് ചെയ്തു. അപ്പോൾ NAK 2 എപ്പോഴാണോ വന്നത്, അതായത് ഫ്രെയിം 2ൽ ഒരു എറർ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു, NAK ഒരു നോൺ നെഗറ്റീവ് അക്നോളജ്മെൻറ്റ് വന്നു. അപ്പോൾ എന്ത് ചെയ്തു, അതിനെ വീണ്ടും സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡാറ്റ 2നെ വീണ്ടും സെൻഡ് ചെയ്ത്, കണ്ടോ, ഡാറ്റ 2നെ വീണ്ടും സെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് സെലക്റ്റീവ് റിജക്റ്റ് ARQ. ഏത് ഫ്രെയിമിലാണ് നമുക്ക് എറർ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രെയിം മാത്രം സെൻഡ് ചെയ്യുക. ഗോ ബാക്ക് എൻഡിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് സെൻഡ് ചെയ്തിട്ടുണ്ടാവും, 0ഉം 1ഉം 2ഉം കംപ്ലീറ്റ് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. Okay, on receiving device must be able to sort the frame it has and insert transmit the frame into its proper place in the sequence. To make much selectively possible, the selective reject ARQ system from go back and ARQ system in the following ways. അതായത് നമ്മൾ ഈ സെലക്റ്റീവ് റിജക്റ്റ് ARQയും അതുപോലെ ഗോ ബാക്കിനും കൂടെ പറയാം കേട്ടോ. The receiving device must contain sorting logic to enable it to render the frame received out of the sequence. The sending device must contain a searching mechanism that allow it to find a select only the requested frame for retransmission. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഫ്രെയിംസിനെ സെൻഡ് ചെയ്യുന്ന അവിടെ ഏതെങ്കിലും ഒരു ഡിവൈസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റയിൽ എറർ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സെർച്ചിങ് മെക്കാനിസമാണ് അവിടെ വരുന്നത്. അതായത് ഏത് ഡാറ്റയാണ് എറർ, ഏത് ഡാറ്റേനെയാണ് നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡാറ്റാനെ കണ്ടുപിടിക്കാനുള്ള ഒരു സെർച്ചിങ് മെക്കാനിസം അവിടെ ഉണ്ട്. എ ബഫർ ഇൻ എ റിസീവർ മസ്റ്റ് കീപ് ഓൾ പ്രീവിയസ്ലി റിസീവ്ഡ് ഫ്രെയിംസ് ഓൺ ഹോൾഡ് until all retransmission have been identified and discarded. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എല്ലാത്തിൻ്റെയും ഒരു കോപ്പി നമ്മൾ സെൻറ്റർ എടുത്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് വരെ അതവിടെ അതിൻ്റെ കോപ്പി ഉണ്ടായിരിക്കും. എന്നിട്ട് അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിസ്കാർഡ് ചെയ്യും. To aid selectively, ACK numbers must refers to the frame reversed instead of the next frame expected. അപ്പോൾ ഓരോ ഫ്രെയിംസിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഏതാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അക്നോളജ്മെൻ്റ് ആയിരിക്കും ACKയിൽ നമ്മൾ കൊടുക്കുക. ദിസ് complexity require a smaller window size than is needed by go back and ARQ method if it is to work efficiently. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോ ബാക്ക് എൻഡ് മെത്തേഡും സെലക്റ്റീവ് റിജക്റ്റ് മെത്തേഡും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഡാറ്റ ലിങ്ക് ലെയേഴ്സിൻ്റെ 3 കാര്യങ്ങൾ പറഞ്ഞു. ലൈൻ ഡിസിപ്ലിൻ,
ഫ്ലോ കൺട്രോൾ ആൻഡ് എറർ കൺട്രോൾ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.